വർക്കല നഗരസഭയിൽ കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തി ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. പാപനാശം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പദ്ധതി നടപ്പിലാക്കിയതിൽ അഴിമതി ആരോപിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം ഉന്തിലും തള്ളിലും കലാശിച്ചു. അറിയുന്ന ഈ സാധനം ലോഡ് ചെയ്ത് ഇവിടെ അൺലോഡ് ചെയ്യുമ്പോഴാണ്, ലോറിയിൽ വന്ന് ഇവിടെ ഇറക്കുമ്പോഴാണ് വർക്കലക്കാരെ അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വരാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് മറ്റുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അതിനുശേഷം ഉദ്ഘാടനം ആ സമയത്താണ് മുനിസിപ്പാലിറ്റിക്ക് ഇതിനകത്ത് ഒരു ബന്ധമുണ്ടെന്ന് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അപ്പോഴാണ് മറ്റുള്ളവർ അറിയുന്നത് മുനിസിപ്പാലിറ്റി കൊണ്ടെന്ന്. പക്ഷേ ഇവിടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ, മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥർ, സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് മുനിസിപ്പാലിറ്റിക്ക് ഇതുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ല. ഒരു തുണ്ട് പേപ്പർ പോലും ഇവിടുന്ന് കൊടുക്കേണ്ടി വന്നിട്ടില്ല, ഇവിടെ വന്നിട്ടുമില്ല ഇങ്ങനെ ഒരു സാധനം വരുന്നുള്ളത്. ആകെ വന്ന ഒരു സർക്കുലർ, അത് നേരത്തെ ഉള്ളതാണ്. ആ സർക്കുലർ അനുസരിച്ച് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഡയറക്റ്റ് വന്ന് അവർക്ക് നടത്താം എന്നുള്ള ഒരു സർക്കുലറും വെച്ച്, അഴിമതി നടത്താൻ വേണ്ടിയുള്ള ഒരു സർക്കുലർ വെച്ചാണ് ഇത് നടത്തിക്കുന്നത്. ഇതൊരു തട്ടിക്കൂട്ട്, വേറെ എവിടെയോ കൊണ്ടുപോകാൻ വെച്ചിരുന്ന ഒരു പ്രസ്ഥാനം ഒരു ലൈസൻസ് എടുക്കുന്നതിനോ ഒരു തുനിയാതെ ഇത്രയും പെട്ടെന്ന് ഇവിടെ ഇത് കാണിച്ച്, അത് മാത്രമല്ല ഒരു ഡിസംബർ സമയത്താണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന സമയത്താണ്. അപ്പോൾ ആ ഭാഗത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വർക്കല ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അങ്ങനെയാണ് ഇവിടെ വന്നത്, വർക്കല വന്നത്. ടൂറിസം മന്ത്രിയാണ് ആദ്യം ഉത്തരം നൽകേണ്ടത്. അദ്ദേഹമാണ് ഇവിടെ വന്ന് കൊട്ടിക്കോഴിച്ച് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ആണ് ഇത് കൊണ്ടുവന്ന് പ്രഖ്യാപിച്ചത്. വർക്കലക്കാർക്ക് ഏറ്റവും വലിയ സമ്മാനം, ക്രിസ്മസ് സമ്മാനം, ന്യൂ ഇയർ സമ്മാനം എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് സമ്പാദിച്ചത്. ഇത് കൊല്ലാനാണെന്ന് ആരെങ്കിലും അറിഞ്ഞോ? അതുകൊണ്ട് അവരാണ് ഉത്തരം പറയേണ്ടത്. രണ്ടാമത് MLA, വർക്കലയുടെ വികസന നായകനെന്ന് 100 പ്രാവശ്യം ഇവിടെ കൊട്ടിക്കോഴിച്ച് നടക്കുന്ന MLA ആണ് രണ്ടാമത് ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത്. MLAയും ടൂറിസം മന്ത്രിയും ഇതിനകത്ത് അഴിമതി നടത്തിയെന്നുള്ളത് സ്പഷ്ടമാണ്. കാരണം ഇതിന്റെ യഥാർത്ഥ അവകാശം, ഇതിനകത്ത് ഓണർ ആര്, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഇങ്ങനെയുള്ള ഒരു കാര്യവും ഇതിനകത്ത് പുറത്തു വന്നിട്ടില്ല ഇതുവരെ. ബി.ജെ.പി. കൗൺസിലർ അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങളാണ് പ്രതിഷേധിച്ചത്. ടൂറിസം മന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. കൗൺസിലർ അജണ്ട പാസാക്കി ചെയർമാൻ ഇറങ്ങാൻ നേരം ബി.ജെ.പി. കൗൺസിലർമാർ തടയുകയും തുടർന്ന് CPM കൗൺസിലർമാർ ചെയർമാന് വഴിയൊരുക്കുകയും ചെയ്തപ്പോഴാണ് ഉന്തും തള്ളും നടന്നത്. എന്നാൽ പ്രതിഷേധം പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്ന് ചെയർമാൻ KM ലാജി പ്രതികരിച്ചു. ഒരു സൂപ്പർവൈഷൻ നമുക്ക് നഗരസഭയ്ക്കില്ല. ഇങ്ങനെ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എൻ്റെ ഇരിക്കുന്ന ഈ ഓർഡർ വിനോദസഞ്ചാര ഇതിന് വരുന്നതിന് നഗരസഭയുടെ പെർമിറ്റോ പ്രത്യേകിച്ച് NOC വേണ്ട, അങ്ങനെ ഒരു ഓർഡർ തന്നെയുണ്ട് നിയമാനുസൃതം. നിങ്ങൾക്ക് പരിശോധിക്കാം. അപ്പോൾ ആ ഒരു സ്ഥിതിയായിട്ട് നമുക്ക് ഡേ ടു ഡേ അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങൾ നമ്മുടെ ഒരു സൂപ്പർവിഷനിലേക്ക് പോകാൻ നമുക്ക് കഴിയില്ല. അവർ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതാണ് ഞാൻ പറയുന്നത്. ഈ വേവ്സ് വല്ലാതെ വരുന്ന ഒരു സമയമായിരുന്നപ്പോൾ നമ്മൾ നിർത്തിവെക്കണമായിരുന്നു. ഞാൻ മറ്റ് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ചോദിച്ചു പറഞ്ഞു, ആ ദിവസം 10-25 പേര് കയറി. അത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് ഈ തിരമാലയുടെ ഫ്ലോയിൽ ആപത്ത് വല്ലതും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ലൈഫ് ഗാർഡൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നാൽ ലൈഫ് ഗാർഡിൻ്റെയോ മറ്റ് അവിടുത്തെ ടൂറിസം പോലീസോ നമ്മുടെ നഗരസഭയോ മറ്റാർക്കും ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് തന്നെ നമുക്ക് താക്കീത് കൊടുക്കാമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അനുമതി ആവശ്യമില്ല എന്ന് വിനോദസഞ്ചാര വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. ഭാരത് വിഷൻ, വർക്കല.